ശാബ്ദങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹം പ്രതീക്ഷ പങ്കുവെക്കുകയാണ്. ഏകദേശം അല്പസമയത്തിനകം വളരെ പെട്ടെന്ന് ഷബീർ ഒമറിനെ കൂടി വേണം. എന്താണ് മൂത്തേടം പഞ്ചായത്തിൽ അൻവർ ക്യാമ്പിന്റെ പ്രതീക്ഷ എന്നാണ് അറിയേണ്ടത്. UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും അവരുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി കാണുന്നു. നമുക്കിപ്പോൾ കണക്കുകളിലേക്കാണ് പോവേണ്ടത്. കണക്കുകളാണ് അറിയേണ്ടത്. 2422 വോട്ടിന് മൂത്തേടം കൂടി എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ലീഡ് ചെയ്യുന്ന ആര്യാടൻ ഷൗക്കത്തിന് മൂത്തേടം കഴിയുമ്പോൾ 2500 വോട്ടുകളുടെ ലീഡ് മൂത്തേടത്ത് മാത്രം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു 4000 വോട്ടിലേക്കെങ്കിലും എത്താൻ കഴിയുമോ മൂത്തേടം കഴിയുമ്പോഴെന്നാണ് ഉറ്റുനോക്കുന്നത്. അവിടെ അപ്പോൾ ലീഗ് അവരുടെ വോട്ടുകളാകെയും നിലനിർത്തി കൊടുക്കണം. 2 PV അൻവർ അവിടെ നിന്നൊന്നും ചോർത്തിക്കൊണ്ട് പോകാതിരിക്കണം. അവിടെയും നേട്ടമുണ്ടാക്കാൻ കഴിയും. ലീഗ് വോട്ടുകൾക്കകത്തും തനിക്ക് വോട്ട് വരുമെന്ന് അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം താൻ ഉയർത്തിയിട്ടുള്ള മലയോര ജനതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒപ്പം VS ജോയിക്ക് അവഗണിച്ചതിനുള്ള സംഗതികൾ, ഇതൊക്കെ പ്രവർത്തിക്കുന്നൊക്കെ അദ്ദേഹം വിചാരിക്കുന്ന മേഖല കൂടിയാണെന്ന് തോന്നുന്നു. നേരത്തെ ഷബീർ ഒമർ പറഞ്ഞു കേട്ടപ്പോൾ അങ്ങനെ തോന്നി. ഷബീറിനെ കൂടി വേഗം കിട്ടിയാൽ എന്താണ് TMC ഷബീർ, മൂത്തേടത്ത് അൻവറിന് പ്രതീക്ഷയുണ്ടോ? ശരിക്കും ഹോപ്പുള്ള സ്ഥലമാണോ? നിഷാദ്, അൻവറിന് കാര്യമായ പ്രതീക്ഷയുള്ള പഞ്ചായത്തല്ല മൂത്തേടം. UDF-ന് വലിയ പ്രതീക്ഷയുള്ള സാധ്യതയുള്ള പഞ്ചായത്താണ്. പക്ഷേ PV അൻവർ ക്യാമ്പ് കണക്കാക്കുന്നത് 3000-ലധികം വോട്ടുകൾ ചുരുങ്ങിയത് ഈ മൂത്തേടം പഞ്ചായത്തിൽ PV അൻവർ പിടിക്കുമെന്നാണ്. അത് സ്വാഭാവികമായും UDF-നായിരിക്കും അത് തിരിച്ചടി ഉണ്ടാക്കുക. ആ നിലയ്ക്കാണെങ്കിൽ ഇപ്പോൾ വലിക്കടവിലെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ മൂത്തേടത്തും അത് സംശയിക്കണം. ആ നിലയ്ക്കൊരു ട്രെൻഡ് PV അൻവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. UDF ക്യാമ്പുകളിൽ കടന്നു കയറി അവരുടെ വോട്ടുകൾ തന്നിലേക്കാക്കാൻ PV അൻവറിന് കഴിഞ്ഞു എന്ന സൂചന അവരുടെ ശക്തി കേന്ദ്രമായ വലിക്കടവ് പഞ്ചായത്ത് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ വഴിക്കടവിലെ കോൺഗ്രസ് വോട്ടല്ലേ, ലീഗിന്റെ വോട്ട് അങ്ങനെ കിട്ടുമോ ഷബീറെ? നിഷാദ, ലീഗ് വോട്ടുകൾ ഈ നിലയ്ക്ക് ഇത്തവണത്തെ അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ, മറ്റ് കാര്യങ്ങൾ എല്ലാം വിലയിരുത്തിയാൽ ലീഗ് വോട്ടുകൾ, കേഡർ വോട്ടുകൾ താരതമ്യേന ചോരാൻ സാധ്യതയില്ല. എന്നാൽ പോലും വ്യക്തിപരമായി PV അൻവറിന് ചില ലീഗ് വോട്ടുകൾ കിട്ടും എന്നാണ് PV അൻവർ ക്യാമ്പ് കണക്കാക്കുന്നത്. ആ നിലയ്ക്കുള്ള ചില സൂചനകൾ പ്രചാരണ ഘട്ടത്തിൽ തന്നെ അവർ ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ലഭിച്ചിരുന്നു. ആ നിലയ്ക്കുള്ള പ്രതീക്ഷ മൂത്തേടം പഞ്ചായത്തിൽ PV അൻവർ ക്യാമ്പ് വെക്കുന്നുണ്ട്. എന്നാൽ അത് വോട്ടായി മാറുമോ, വോട്ട് പെട്ടിയിലായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇത് എണ്ണിക്കഴിയുമ്പോൾ മാത്രമേ, മൂത്തേടം പഞ്ചായത്ത് എണ്ണിക്കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാക്കൂ. എന്തായാലും PV അൻവർ ക്യാമ്പ് മൂത്തേടം പഞ്ചായത്തിലും ലീഗ് വോട്ടുകളിലും പ്രതീക്ഷ വെക്കുന്നുണ്ട്. PV അൻവർ തന്നെ പറഞ്ഞതുപോലെ താൻ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്, എല്ലാ പാർട്ടിക്കാരും തനിക്ക് വോട്ട് ചെയ്യുമെന്നായിരുന്നു PV അൻവറിന്റെ അവകാശവാദം. ആ നിലയ്ക്ക് വോട്ടുകൾ വരുമെന്നാണ് അവർ കണക്കാക്കുന്നത്. നിഷാദ, ശരി ഷംസീറെ, കൗണ്ടിംഗ് സ്റ്റേഷന്റെ പുറത്ത് എന്താ സ്ഥിതി? ആശങ്കയോ അതോ ആത്മവിശ്വാസമോ സന്തോഷമോ എന്താ കാണുന്നത് അവിടെ? നിഷാദ്, ആദ്യഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വലിയ ലീഡിലേക്ക് പോയ ഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലും ആഹ്ലാദത്തിലുമായിരുന്നു UDF പ്രവർത്തകരെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ആഹ്ലാദ പ്രകടനത്തിലൊരു മന്ദഗതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. കാര്യം വഴിക്കടവ് പഞ്ചായത്തിൽ പ്രതീക്ഷിച്ച ലീഡിലേക്ക് UDF പോകാത്തതിന്റെ നിരാശ നമുക്ക് ഈ കൗണ്ടിംഗ് സ്റ്റേഷന് പുറത്ത് UDF പ്രവർത്തകരിലും കാണാൻ കഴിയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വലിയ ആഹ്ലാദ പ്രകടനത്തിലായിരുന്നു UDF പ്രവർത്തകർ ഉണ്ടായിരുന്നത്. എന്നാൽ തിരിച്ചു വരുമെന്ന് ഉറച്ച പ്രതീക്ഷ കൂടി ഇപ്പോൾ UDF പ്രവർത്തകർ പങ്കുവെക്കുകയാണ്. കാര്യം മൂത്തേടം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനുൾപ്പെടെ വലിയ സ്വാധീന ശക്തിയുള്ള മേഖലയാണ്. മൂത്തേടത്ത് തിരിച്ചു വരും. അടുത്ത ഈ 2 റൗണ്ട്, ഇപ്പോൾ എണ്ണുന്ന റൗണ്ടും തൊട്ടടുത്ത റൗണ്ടും 4ഉം 5ഉം റൗണ്ടുകൾ മൂത്തേടമാണ്. മൂത്തേടത്ത് തിരിച്ചെത്തുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. മൂത്തേടം വഴി നികത്താം ആദ്യത്തെ പിഴവുകൾ, ആദ്യത്തെ ഇടർച്ചകൾ എന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. അത് സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. പക്ഷേ മൂത്തേടം എണ്ണി കഴിയുമ്പോൾ 5500 വോട്ടെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാകണം നിഷാദ്. അതാണ് UDF-ന്റെ പ്രഡിക്ഷൻ. 5500 വോട്ടിന്റെ ഭൂരിപക്ഷം UDF-ന് മൂത്തേടത്ത് എണ്ണി കഴിയുമ്പോൾ ഉണ്ടാകുമ്പോൾ നിലവിലെ ട്രെൻഡ് അനുസരിച്ച് കാണുന്നില്ല. 2422 വോട്ടുകളെ ഇപ്പോൾ ലീഡുള്ളൂ. 2422 വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇനിയും വേണം 3000 വോട്ടിന് ലീഡ് മൂത്തേടത്ത്. പക്ഷേ മൂത്തേടത്ത് അത്രയും ലീഡ് ലഭിക്കാൻ തക്ക വോട്ടർമാരുള്ള ഒരു പഞ്ചായത്ത് കൂടിയല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. വഴിക്കടവ് പോലെ ഒരു വലിയ പഞ്ചായത്തല്ല. അത്രയും വോട്ടിന് ലീഡ് ആര്യാടൻ നേടാൻ കഴിയുമ്പോൾ കുറഞ്ഞതൊരു 4000 വോട്ടിന്റെ ലീഡ് മൂത്തേടം എണ്ണി കഴിയുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചാൽ ആശ്വാസമായിരിക്കാം. 5500 എന്നുള്ളവരുടെ പ്രതീക്ഷകളും എത്തിയില്ലെങ്കിൽ പോലും ആ 4000-ലേക്ക് എത്തുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശരി, ആര്യാടൻ ഷൗക്കത്ത് 7683 വോട്ട് മൂത്തേടത്ത് നേടിയിട്ടുണ്ട്. M സ്വരാജ് 6444 വോട്ട് നേടി. നാലാം റൗണ്ട് പിന്നിടുമ്പോൾ 2866 വോട്ടുകൾ PV അൻവർ അവിടെ നേടി. എന്ന് വെച്ചാൽ 3000 വോട്ടുകൾ കിട്ടുമെന്ന PV അൻവറിന്റെ പ്രതീക്ഷ അദ്ദേഹം കാത്തു. PV അൻവർ പ്രതീക്ഷ കാത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആര്യാടൻ ഷൗക്കത്ത് 7683, M സ്വരാജ് 6444, PV അൻവർ 2866. UDF-ന്റെ കാര്യം പറയാൻ അസ്ലമിന് വേഗം വേണം, ഷബീർ ഒമറിനെയും കൂടി വേണം. എന്താണ് അസ്ലം 4ാം റൗണ്ടിന്റെ കണക്ക് പുറത്തു വരുമ്പോ 7683 വോട്ട് നേടിയ ആര്യാടൻ ഷൗക്കത്ത്, M സ്വരാജ് 6444 എന്ന് വെച്ചാൽ ഏതാണ്ട് 1400 വോട്ടിന്റെ ലീഡ് മാത്രം എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. മൊത്തം കാണുമ്പോൾ ആക്ച്വൽ കണക്ക് പറയണം.